ടാറിട്ട റോഡാണ് റോഡിനരികാണ് വീടിനടയാളം സീമക്കൊന്ന. ഇതുപോലെ ഒരുപാട് ഗാനങ്ങൾ. ഈ ഗാനങ്ങൾ ഓർക്കുമ്പോഴൊക്കെ തന്നെ, അല്ലെങ്കിൽ ഒരു ഉത്സവ സീസണിൽ നമ്മൾ പെരുന്നാളിനോ പൂരത്തിനോ അല്ലെങ്കിൽ ആണ്ട് നേർച്ചയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ നടക്കുന്ന ഗാനമേളകളിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളില്ലാതെ എങ്ങനെ അതൊരു ഉത്സവമാവും, അല്ലെങ്കിൽ ആഘോഷമാകും, ഒരാവേശമാകുമെന്നൊക്കെ നമ്മൾ ഇന്നും ഓർക്കാറുണ്ട്. അതെ, 9 വർഷങ്ങൾ പിന്നിട്ടിട്ടും മണിച്ചേട്ടൻ എന്ന ആ വിസ്മയനീയ കലാകാരനെ നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു ദിവസമായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയത്. 2016 കൃത്യമായി പറഞ്ഞാൽ 6-ാം തീയതി നമ്മൾ വിട്ടുപോയ ആ മഹാകലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു പരിചയമല്ലാത്തൊരു നടനെ, അല്ലെങ്കിൽ എൻ്റെ ബന്ധത്തിലല്ലാത്തൊരു നടനെ ഞാൻ ആദ്യമായിട്ട് സിനിമാ പ്രവർത്തകനൊക്കെ കാണുന്നത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ മുളന്താവ് പഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിനോടനുബന്ധിച്ച് ജില്ലാതലത്തിലൊക്കെ സമ്മാനാർഹരായിട്ടുള്ള വ്യക്തികൾക്ക്, പ്രത്യേകിച്ച് നൃത്തത്തിലും അതുപോലെ നാടകത്തിലുമൊക്കെ മികച്ച അവതരണം കാഴ്ചവെച്ച ആ ടീം അംഗങ്ങളെ അനുമോദിക്കുന്ന ഒരു യോഗം നടത്തപ്പെട്ടു ഒരു ദിവസം. ആ ദിവസത്തിലായിരുന്നു എൻ്റെ ഓർമ്മകളിൽ ഒരു മുളന്താവിലേക്ക് ഒരു സാധാരണക്കാരൻ്റെ പോലെ നടന്നെടുത്ത നമ്മുടെ മണിച്ചേട്ടനെ ഓർമ്മയിലേക്ക് വരുന്നത്. കല്യാണ സൗഹൃദം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മറ്റുമാണ് അദ്ദേഹം വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അദ്ദേഹം വളരെ സുസ്മേരവദനായി നമ്മളെ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിച്ചു. നല്ല അജാനബാഹുവായ മനുഷ്യൻ. അന്നേ തന്നെ കാണാൻ നല്ല ലുക്കുണ്ട്. ഷെയ്ക്കനൊക്കെ തന്നപ്പോൾ പരുപരുത്ത കൈ, ആ ഒരു കൈ കൊണ്ടൊക്കെ ഒന്ന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു. അത്രമാത്രം കരുത്തുറ്റ കൈകൾ. കാരണം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് അന്നും ഇന്നും എന്നും നമ്മുടെ മണിച്ചേട്ടൻ. അങ്ങനെ മണിച്ചേട്ടനെ ആദ്യമായിട്ട് കണ്ട നിമിഷം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്നുകൊണ്ട് ഞാനും എൻ്റെ കൂട്ടുകാരനും ഞങ്ങൾ ഈ നടനെ കണ്ട കാര്യമൊക്കെ വിസ്തരിച്ച് പറഞ്ഞപ്പോൾ അന്ന് അത്ര വലിയൊരു താരമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിട്ടില്ല. എന്നാലും നാടൻ പാട്ടുകളിലൂടെ അദ്ദേഹത്തിനെ എല്ലാവർക്കും അറിയാം. കാരണം തൂശിമ കൂന്താരോ, അതുപോലെ വടക്കോട്ട് പോയിപ്പോൾ മാമ, ആ പാട്ടുകളൊക്കെ, അതുപോലെ ഒരുപാട് പാട്ടുകൾ അന്ന് തരംഗമായി കൊണ്ടിരിക്കുന്നൊരു കാലമായിരുന്നു. സിനിമയിൽ അദ്ദേഹം തരംഗമായി വരുന്നേ ഉള്ളൂ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. ഒരിക്കലും മറക്കാനാകാത്തൊരു അനുഭവമാണത്. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. ഒരിക്കലും നമ്മുടെ മണിച്ചേട്ടൻ നമുക്ക് പെട്ടെന്നൊന്നും മറന്നു പോകാൻ സാധ്യതയില്ല. അദ്ദേഹം അങ്ങനെ വളർന്ന് ഇന്ത്യയിലെ തന്നെ മഹാനടനായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് വന്ന അസുഖങ്ങളിലൂടെ അദ്ദേഹം ഇത്തരത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. ഒരിക്കലും അദ്ദേഹം പെട്ടെന്ന് പോകേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല എന്നാണ് എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെയും ആഗ്രഹം. ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരാൻ, അതുപോലെ മികച്ച പെർഫോമിംഗ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹത്തിന് അതിനുള്ള കാലിബറുള്ള വ്യക്തിയാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സിനിമകളിൽ ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുന്ന ഒരു നായക നടനായി പോലും അദ്ദേഹം അറിയപ്പെടേണ്ടതായിരുന്നു